BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംരംഭവും ഊർജ്ജ മേഖലയിൽ നിർണായകവുമായ ബാപ്കോ ആധുനികവൽക്കരണ പദ്ധതി ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. രാജ്യത്തിന്റെ 53ാമത് ദേശീയ ദിനാഘോഷങ്ങളുടെയും ഹമദ് രാജാവ് സിംഹാസനാരൂഢനായതിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെയും ഭാഗമായാണ് ബാപ്കോ ആധുനികവൽക്കരണ പദ്ധതി പ്രഖ്യാപിച്ചത്. ബാപ്കോ എനർജി ഡയറക്ടർ ബോർഡ് ചെയർമാനും ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ആൻഡ് യൂത്ത് അഫയേഴ്സ് പ്രതിനിധിയുമായ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ, ബാപ്കോ റിഫൈനിംഗ് ചെയർമാൻ അബ്ദുള്ള ജഹാദ് അൽ സൈൻ, ബാപ്കോ എനർജി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാർക്ക് തോമസ്, ബാപ്കോ റിഫൈനിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ അബ്ദുറഹ്മാൻ ജവാഹരി എന്നിവരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കമ്പനിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും വിശിഷ്ടാതിഥികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദേശീയ വികസനവും സുസ്ഥിരതയും വളർത്തുന്നതിൽ ബാപ്കോ ആധുനികവൽക്കരണ പദ്ധതിയുടെ പ്രാധാന്യം ഹമദ് രാജാവ് ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ സുസ്ഥിര വളർച്ചയ്ക്കുള്ള ശാശ്വത പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണിത്. സാമ്പത്തിക പുരോഗതിക്കും വികസനത്തിനും ശക്തി പകരാനും രാജ്യത്തിന്റെ ലാക്കാനും BMPയുടെ പങ്ക് സഹായകമാകുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഉയർന്ന സാധ്യതയുള്ള മേഖലകളിലെ തന്ത്രപരമായ നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക വീണ്ടെടുക്കൽ പദ്ധതി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാനമന്ത്രി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഈ മേഖലയോടുള്ള ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പ്രതിബദ്ധതയെയും രാജാവ് പ്രശംസിച്ചു. ഉദ്ഘാടന ശേഷം എ ജേർണി ത്രൂ ടൈം എന്ന പേരിൽ ബാപ്കോ മോഡേണൈസേഷൻ പ്രൊജക്ടിന്റെ വളർച്ചാഘട്ടങ്ങൾ വിശദമാക്കുന്ന പ്രദർശനം രാജാവ് സന്ദർശിച്ചു. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1932 രാജ്യത്ത് എണ്ണ പര്യവേഷണം ആരംഭിക്കുന്ന ഘട്ടം, ആദ്യ കയറ്റുമതി, എണ്ണ വാതക മേഖലയിൽ സ്ഥാപിതമായ വികസന പദ്ധതികൾ എന്നിവ പ്രദർശനത്തിൽ വിശദീകരിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മേഖലയിലെയും ആഗോള തലത്തിലെയും ഏറ്റവും നൂതനമായ റിഫൈനറികളിലൊന്നായി ബാപ്കോ മാറിയെന്നും ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ പറഞ്ഞു. ബഹ്റൈൻ രാജാവിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപമാണ് സുപ്രധാനമായ ഈ പദ്ധതി. 15 സബ്സ്റ്റേഷനുകളും 21 പുതിയ പ്രോസസിംഗ് യൂണിറ്റുകളും അടങ്ങുന്ന പദ്ധതി പ്രാദേശിക പങ്കാളികൾക്കൊപ്പം പ്രമുഖ കമ്പനികളുടെ ആഗോള കൺസോർട്ടിയമാണ് നടപ്പാക്കിയത്. ബഹ്റൈൻ ദേശീയ ദിനത്തിന്റെ ഭാഗമായി ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച പ്രത്യേക ഹെൽത്ത് പാക്കേജിന് മികച്ച പ്രതികരണം. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി 1000ഓളം പേർ പാക്കേജ് പ്രയോജനപ്പെടുത്തി. 53ാമത് ദേശീയ ദിനത്തിന് ആദരമായി 53 ലാബ് ടെസ്റ്റുകൾ 5.3 ദിനാറായിരുന്നു പാക്കേജിൽ നൽകിയത്. താരതമ്യേന ചെലവേറിയ ഈ ടെസ്റ്റുകൾ നിലവിലുള്ള നിരക്കിനേക്കാൾ 90% കുറവിലാണ് ഇവ ജനങ്ങൾക്ക് ലഭ്യമാക്കിയത്. പാക്കേജ് ഉപയോഗപ്പെടുത്തിയവർക്ക് സൗജന്യമായ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാക്കി. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയായിരുന്നു പാക്കേജ് സമയം. ചൊവ്വാഴ്ച ബംഗ്ലാദേശ് വിക്ടറി ഡേ പ്രമാണിച്ച് ബംഗ്ലാദേശ് സ്വദേശികൾക്ക് സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും നൽകി. അഭൂതപൂർവമായ തിരക്കാണ് ഇതിന് അനുഭവപ്പെട്ടത്. 400ഓളം പേർ ഇത് പ്രയോജനപ്പെടുത്തി. ദേശീയ ദിനം പ്രമാണിച്ച് ഷിഫ അൽ ജസീറ ഹോസ്പിറ്റൽ കെട്ടിടവും മെഡിക്കൽ സെന്ററും ദീപാലങ്കൃതമാണ്. ദേശീയ ദിനം ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ബഹ്റൈനിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് നെറ്റ്വർക്കിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടിയായ വിസ്മയ സന്ധ്യയുടെ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. സെഗയ BMC ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്താണ് പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PV ചെറിയാൻ, ജനറൽ കൺവീനർ അൻവർ നിലമ്പൂർ, ഇവന്റ് കോർഡിനേറ്റർ മണിക്കുട്ടൻ, ഡയറക്ടർ മനോജ് മയ്യന്നൂർ, വൈസ് ചെയർമാൻ മോനി ഉടികണ്ടത്തിൽ, EV രാജീവൻ, അബ്ദുൽ സലാം, സയ്യിദ് ഹനീഫ്, സ്പോൺസർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ സലാം മമ്മാട്ടുമൂല എന്നിവരാണ് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ. സംഘടനാ രക്ഷാധികാരി ഷക്കീല മുഹമ്മദ് അലി, പ്രസിഡന്റ് ഹലീമ ബീവി, സെക്രട്ടറി മായ അച്ചു, ജോയിന്റ് സെക്രട്ടറി ഷംല നസീർ തുടങ്ങിയ സിസ്റ്റർ നെറ്റ്വർക്ക് ഭാരവാഹികളും ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. ജനുവരി 9 വൈകിട്ട് 7:30 മുതൽ ഇന്ത്യൻ ക്ലബിലാണ് വിസ്മയ സന്ധ്യ അരങ്ങേറുക. ഗായകൻ താജുദ്ദീൻ വടകര, ഗായിക സോണി മോഹൻ, ചലച്ചിത്ര നടി തസ്നീഖാൻ എന്നിവർ ഒരുക്കുന്ന മ്യൂസിക്കൽ ഡാൻസ് കോമഡി ഷോയാണ് വിസ്മയ സന്ധ്യയുടെ പ്രധാന ആകർഷണം. മലയാള ചലച്ചിത്ര സീരിയൽ മേഖലയിലെ 10ഓളം കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. ബഹ്റൈൻ്റെ 53ാം ദേശീയ ദിനത്തോടും രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ 25ാം വാർഷികത്തോടുമനുബന്ധിച്ച് കായംകുളം പ്രവാസി കൂട്ടായ്മ കലവറ റെസ്റ്റോറന്റ് വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചു. സെക്രട്ടറി ജയേഷ് താന്നിക്കൽ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ പ്രസിഡന്റ് അനിൽ ഐസക് അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ്റെ ഭരണാധികാരികൾ സ്വദേശികളെയും വിദേശികളെയും അടക്കം മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജ്യത്തിനായി ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ജേക്കബ് തോക്കുന്തോട് മുഖ്യപ്രഭാഷണം നടത്തി. അരുൺ ആർ പിള്ള, അഷ്കർ, അനൂപ് ശ്രീരാഗ്, ശംഭു, രാജേഷ്, വിനോദ് ഓച്ചിറ, മുബാഖ്,
ആദർ, സായ്, ഷൈജു തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ട്രഷറർ തോമസ് ഫിലിപ്പ് നന്ദി പറഞ്ഞു. ശേഷം കലാപരിപാടികളും അരങ്ങേറി. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഓടിക്കയറുന്നതിനിടെ വീണ മധ്യവയസ്കന് ദാരുണാന്ത്യം. കണ്ണൂർ നാറാത്ത് കൊളച്ചേരി സ്വദേശി കാസിമാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:50 സംഭവം. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസിൽ ബാഗുമായി ഓടിക്കയറുന്നതിനിടെയാണ് അപകടം. കയറാൻ ശ്രമിക്കവേ പിടിവിട്ട് ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിൽ വീണു. കാല് കുടുങ്ങിയതോടെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല. അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിച്ച റെയിൽവേ പോലീസും യാത്രക്കാരും കാസിമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കാൽ അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു. ട്രെയിനിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും ഇടെ പ്ലാറ്റ്ഫോമിനും വണ്ടിക്കും ഇടയിൽ വീണ അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ ഓടിക്കയറാൻ ശ്രമിച്ച യുവാവ് വീണ് ട്രെയിനിനടിയിൽപ്പെട്ട് കഴിഞ്ഞ മാസം മരിച്ചിരുന്നു. ചേറോട് കാറിടിച്ച് 9 വയസ്സുകാരി കോമയിലാവുകയും വയോധിക മരിക്കുകയും ചെയ്ത കേസിലെ പ്രതിക്കായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അപകടശേഷം വാഹനം നിർത്താതെ പോയ സംഭവത്തിലെ പ്രതിയായ കാറുടമ പുറമേരി മിത്തലെ പുനത്തിൽ ഷിജിലിനെതിരെയാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുന്നതിന്റെ ഭാഗമായാണ് ലുക്കൌട്ട് ഇറക്കിയത്. വിദേശത്തുള്ള പ്രതിയുടെ ജാമ്യാപേക്ഷ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം തള്ളിയത്. സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന കേസിൽ എന്തിനാണ് മുൻകൂർ ജാമ്യം തേടിയതെന്ന ചോദ്യമാണ് കോടതി പ്രതിഭാഗത്തോട് ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവുകയാണ് പ്രതിക്ക് മുന്നിലുള്ള മാർഗം. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം അംഗീകരിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാൽ പ്രതി പിടിയിലാകും. വാഹനമിടിച്ച് തലശ്ശേരി പന്ന്യന്നൂർ പഞ്ചായത്തിലെ ഓഫീസിന് സമീപം താമസിക്കുന്ന 62-കാരിയായ പുത്തലത്ത് ബേബി മരിക്കുകയും പേരക്കുട്ടി ദൃക്ഷാന ഗുരുതരമായി പരിക്കേറ്റ് കോമയിലാവുകയും ചെയ്ത സംഭവത്തിലാണ് നടപടി. തിരക്കേറിയ ആലപ്പുഴയിലെ ടൂറിസം സീസണിൽ അനധികൃത ഹോം സ്റ്റേകളും വർദ്ധിച്ചു. ജില്ലയിൽ മാത്രം 100 കണക്കിന് അനധികൃത ഹോം സ്റ്റേകളാണ് പ്രവർത്തിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ കണക്കനുസരിച്ച് 180 എണ്ണത്തിനാണ് അംഗീകാരമുള്ളത്. 3 വർഷത്തേക്കാണ് ലൈസൻസ് നൽകുന്നത്. കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് പോലീസാണ്. ആലപ്പുഴ മരാരി ബീച്ച്, മരാരിക്കുളം, കുട്ടനാട്, ആർത്തങ്കൽ, തൈക്കൽ, അന്ധകാരനഴി, വലിയഴിക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഹോം സ്റ്റേകൾ ഉള്ളത്. ഹൗസ് ബോട്ടിൽ കുട്ടനാടിന്റെ കായൽ സൗന്ദര്യം നുകരാൻ എത്തുന്നവർ ഉൾപ്രദേശങ്ങളിൽ താമസിച്ചാണ് മടങ്ങുന്നത്. ഇതിനായി ചില ഏജന്റുമാരും പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാർ അംഗീകാരമില്ലാതെ ഹോം സ്റ്റേ എന്ന ബോർഡ് വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ തലത്തിൽ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഹോം സ്റ്റേകൾക്കെതിരെ അംഗീകാരം നൽകുന്നത് ടൂറിസം വകുപ്പാണ്. ഓരോ ഹോം സ്റ്റേയിലെയും സൗകര്യങ്ങൾ പരിഗണിച്ച് ക്ലാസിഫിക്കേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഹോം സ്റ്റേ സംരംഭകർ 8 രേഖകൾ സമർപ്പിക്കണമെന്നാണ് ചട്ടം. അതിനായാണ് സംരംഭകർ മടി കാട്ടുന്നത്. ക്ലാസിഫിക്കേഷൻ ലഭിക്കുന്നതിലൂടെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കും. ഇതിന്റെ ഭാഗമായി അപേക്ഷയോടൊപ്പം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകണമെന്ന വ്യവസ്ഥയും ഒഴിവാക്കും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.